ടി.പി. വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട സിപിഎം നേതാവ് പി കെ കുഞ്ഞനന്തന് ശിക്ഷയിൽ ഇളവ് നൽകാൻ സർക്കാർ നീക്കം തുടങ്ങി. പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി ഇളവ് നൽകുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ശ്രമം. ഇതിന്റെ ഭാഗമായി എതിർപ്പുണ്ടോ എന്നറിയാൻ കെ രമയുടെ മൊഴി പോലീസ് രേഖപ്പെടുത്തി. ടി.പി. വധക്കേസിലെ 13ാം പ്രതിയും സിപിഎം പാനൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന പി കെ കുഞ്ഞനന്തന് ശിക്ഷയിൽ ഇളവ് നൽകാനാണ് നീക്കം. 70 വയസ്സ് തികഞ്ഞവരും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുമായവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകാൻ ജയിൽ നിയമത്തിൽ വ്യവസ്ഥയുണ്ട്. ഈ വ്യവസ്ഥ ഉപയോഗപ്പെടുത്തി കുഞ്ഞനന്തനെ ജയിൽ മോചിതനാക്കാനാണ് ശ്രമം. ആദ്യപടിയായി ഇക്കാര്യത്തിൽ ഇരയുടെ ബന്ധുക്കളുടെ നിലപാട് രേഖപ്പെടുത്തുന്ന നടപടികളാണ് തുടങ്ങിയത്. കുഞ്ഞനന്തന്റെ സ്റ്റേഷൻ പരിധിയായ കൊളവല്ലൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർക്കാണ് ഇതിനുള്ള ചുമതല. കെ രമയുടെ നിലപാട് കൊളവല്ലൂർ SI രേഖപ്പെടുത്തുകയും ചെയ്തു. ഒരു കാരണവശാലും ഇത് അംഗീകരിക്കാൻ കഴിയുന്നതല്ല. മുഴുവൻ ജനാധിപത്യ വിശ്വാസികളും ഇതിനെതിരെ പ്രതികരിക്കേണ്ടതാണ്. ടി.പി. കേസിലെ പ്രതികൾക്ക് പ്രത്യേക പരിഗണനയാണ് സർക്കാർ നൽകുന്നത്. എന്താ ടി.പി. കേസിലെ പ്രതികൾക്ക് മാത്രം ഈ രൂപത്തിലേക്കുള്ള പരിഗണന നൽകുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി സർക്കാർ തയ്യാറാകണം. എന്തുകൊണ്ട് കുഞ്ഞനന്തനെ ഈ രൂപത്തിൽ വിടുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കാൻ വേണ്ടിയിട്ടുള്ള തീരുമാനം സർക്കാരിനുണ്ടാകുന്നു, അല്ലെ എന്തിനു വേണ്ടിയിട്ടാണ് ഇത് നടത്തുന്നത് എന്ന് വ്യക്തമാക്കാൻ വേണ്ടി കേരളത്തിലെ ആഭ്യന്തര വകുപ്പും പിണറായി വിജയനും തയ്യാറാകണം. ഈ റിപ്പോർട്ട് പരിഗണിച്ചാവും ജയിൽ വകുപ്പ് ശിക്ഷാളവ് നൽകുന്നതിനായി ജയിൽ അഡ്വൈസറി ബോർഡിന് ശുപാർശ ചെയ്യുന്ന കാര്യത്തിൽ അന്തിമ തീരുമാനമെടുക്കുക. ടി.പി. കേസിലെ പ്രതികൾക്ക് ഒന്നിച്ച് പരോൾ അനുവദിച്ചത് നേരത്തെ വലിയ വിവാദമായിരുന്നു. ഇതിന് തൊട്ടു പിന്നാലെയാണ് കുഞ്ഞനന്തനെ ജയിൽ മോചിതനാക്കാനുള്ള സർക്കാർ നീക്കം. എന്നാൽ ഈ നീക്കത്തെ നിയമപരമായി നേരിടാനാണ് കെ രമയുടെ തീരുമാനം. രാഹുൽ മംഗലാട്ട്, ന്യൂസ് 18 വടകര. വിവരങ്ങളുമായി VK രാഹുൽ ചേരുന്നു. രാഹുൽ, ഈ പ്രതികൾക്ക് ശിക്ഷാ ഇളവ് നൽകാനുള്ള എന്തൊക്കെ നീക്കങ്ങളാണ് സർക്കാർ തലത്തിൽ നടക്കുന്നത്? ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ പ്രതികൾക്ക് ഒന്നിച്ച് പരോൾ നൽകിയത് വിവാദമായതിന്റെ തൊട്ടു പിന്നാലെയാണ് ടി.പി. ചന്ദ്രശേഖരൻ വധക്കേസിലെ 13ാം പ്രതിയും പാനൂർ ഏരിയ കമ്മിറ്റി അംഗവുമായിരുന്ന പി കെ കുഞ്ഞനന്തന് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം. ഇതിന്റെ ഭാഗമായി ജയിൽ വകുപ്പ് നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി ശിക്ഷയിൽ ഇളവ് നൽകുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ശ്രമം നടക്കുന്നത്. ഇതിന്റെ ഭാഗമായി തന്നെ കുഞ്ഞനന്തന്റെ പോലീസ് സ്റ്റേഷൻ പരിധിയിലുള്ള കൊളവന്നൂർ പോലീസ് സ്റ്റേഷനിലെ സബ് ഇൻസ്പെക്ടർ കെ ആളുകളെത്തി കെ രമയുടെ നിലപാട് ചോദിച്ചറിഞ്ഞു. എന്നാൽ ടി.പി. കേസിലെ പ്രതിയായ കുഞ്ഞനന്തനെ ശിക്ഷാ ഇളവ് നൽകാൻ അനുവദിക്കില്ല എന്നുള്ള നിലപാടാണ് കെ രമ പോലീസിനോട് സ്വീകരിച്ചത്. എന്നാൽ ഈ കാര്യത്തിൽ കെ രമയുടെ നിലപാട് എന്ത് തന്നെയായാലും ഈ കാര്യത്തിൽ ജയിൽ ചട്ടത്തിൽ 70 വയസ്സ് പ്രായം തികഞ്ഞവർക്ക് ശിക്ഷാ ഇളവ് നൽകുന്ന ഒരു വകുപ്പുണ്ട്. ഇത് ഉപയോഗിച്ചാണ് ഇപ്പോൾ കുഞ്ഞനന്തനെ ജയിൽ മോചിതനാക്കാനുള്ള ശ്രമം സർക്കാരിന്റെ ഭാഗത്തു നിന്നും നടക്കുന്നത്. രാഹുൽ, ഇരയുടെ ബന്ധുക്കൾ എതിർപ്പ് അറിയിച്ചാൽ അതിനുശേഷവും ഈ നടപടികളുമായി മുന്നോട്ട് പോകാൻ സർക്കാരിന് കഴിയുമോ? ഇനിയും പഴുതുകൾ ഉപയോഗിച്ച് ഇവരെ ശിക്ഷയിൽ ഇളവ് നേടിക്കൊടുക്കാനുള്ള നീക്കം സാധ്യമാകുന്നതാണോ? തീർച്ചയായും രേണുക, അതായത് 70 വയസ്സ് തികയുന്നവർക്ക് ഇത്തരത്തിൽ ജയിൽ ചട്ടത്തിൽ ഇത്തരത്തിൽ ഇളവ് നൽകുന്ന ഒരു പതിവ് രീതി അധികാരത്തിൽ സർക്കാരിന് സ്വീകരിക്കാൻ കഴിയുന്ന ഒരു വകുപ്പ് നിലവിലുണ്ട്. ഇത് ഉപയോഗിച്ചാണ് ഇപ്പോൾ ടി.പി. കേസിലെ പ്രതിയായ കുഞ്ഞനന്തന് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം. എന്തായാലും കെ രമയുടെ അഭിപ്രായം ഈ കാര്യത്തിൽ എതിർപ്പുണ്ടോ എന്നുള്ള കാര്യം അറിയാൻ വേണ്ടിയാണ് ഇപ്പോൾ പോലീസ് നീക്കം നടത്തിയത്. ഇത് കെ രമയും സമ്മതിക്കുന്നു. ഇത്തരത്തിൽ പോലീസിന്റെ ഭാഗത്തു നിന്നും മൊഴിയെടുക്കാൻ വേണ്ടി എത്തിയിരുന്നു എന്നാണ് കെ രമ പറയുന്നത്. എന്നാൽ കെ രമയുടെ പ്രതികരണത്തിൽ ഇത്തരത്തിലുള്ള ഈ കാര്യത്തിൽ കുഞ്ഞനന്തന് ശിക്ഷ കൊടുക്കാൻ പാടില്ല എന്ന നിലപാടിന് എത്രത്തോളം പ്രശസ്തിയുണ്ട് എന്നുള്ള കാര്യം കണ്ടറിയേണ്ടതുണ്ട്. കാരണം ഇത്തരത്തിൽ ശിക്ഷാ ഇളവ് നൽകുന്ന പതിവ് രീതി സംസ്ഥാനത്ത് ഇതിനു മുൻപും ഉണ്ടായിട്ടുണ്ട്. 70 വയസ്സ് ചൂണ്ടിക്കാണിച്ചാണ് ഇത്തരത്തിൽ പ്രായാധിക്യം ചൂണ്ടിക്കാണിച്ചാണ് ഇപ്പോൾ കുഞ്ഞനന്തന് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം എന്നുള്ളത്. രാഹുൽ, ഇപ്പോൾ RMP നേതാവ് N. വേണു നമ്മോടൊപ്പം ടെലിഫോൺ ലൈനിൽ ചേരുകയാണ്. ശ്രീ N. വേണു, ടി.പി. കേസിൽ ശിക്ഷിക്കപ്പെട്ട പി കെ കുഞ്ഞനന്തന് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള നീക്കം നടക്കുന്നതായ വാർത്തയാണ് പുറത്തുവരുന്നത്. അതിന്റെ നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. എങ്ങനെയാണ് ഈ സാഹചര്യത്തെ കാണുന്നത്? ഈ പിണറായി വിജയൻ വിചാരത്തിൽ വന്നതിന് ശേഷം ടി.പി. കേസിലെ പ്രതികൾക്ക് അങ്ങേയറ്റം സൗകര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. പ്രതിഷത്തിൽ ഈ മൊത്തം പ്രതികൾക്ക് ശിക്ഷ ഇളവ് നൽകാൻ വേണ്ടിയുള്ള സർക്കാർ ശ്രമം ഗവൺമെന്റ് സന്ദർഭോചിതമായ ഇടപെടലാണ് അവസാനിച്ചത്. ഇപ്പോൾ കുഞ്ഞനന്തൻ ഉൾപ്പെടെയുള്ള ആളുകളെ വേർതിരിച്ച് ഓരോ ആൾക്കും പ്രത്യേക കാരണങ്ങൾ ഉണ്ടാക്കി ഒഴിവാക്കുവാൻ. ഇപ്പൊ 70 വയസ്സ് കഴിഞ്ഞ പ്രതികൾക്ക് ശിക്ഷ ഇളവ് ചെയ്യാൻ ഗവൺമെന്റിന്റെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടാണ് ഈ നീക്കം നടത്തുന്നത്. കുഞ്ഞനന്തൻ ശിക്ഷ അനുവദിച്ചത് തന്നെ CPM നേതാവാണ്. സീനിയർ CPM നേതാവാണ് ഈ കുറ്റത്തിൽ ഗൂഢാലോചന നടത്തി തടവിന് ശിക്ഷിക്കപ്പെട്ടത്.
യഥാർത്ഥത്തിൽ ഇത് ജുഡീഷ്യറിയുടെ മേലെയുള്ള ഒരു കടന്നുകയറ്റമാണ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതുപോലെ പൈശാചികമായ ഒരു പ്രശ്നത്തിൽ പ്രതിയെ ഗവൺമെന്റിന്റെ രാഷ്ട്രീയ സമീപനം അനുസരിച്ച് കൊണ്ടുവരുന്ന ഒരവസ്ഥ വന്നാൽ അങ്ങേറ്റം ദുരന്തപൂർണമായ സംഭവമായിരിക്കും നിയമവ്യവസ്ഥയിൽ കേരളത്തിൽ ഉണ്ടാകാൻ പോകുന്നത്. എന്തായിരിക്കും നിയമപരമായും രാഷ്ട്രീയമായും ഇതിനെ നേരിടുകയല്ലാതെ മറ്റു വഴിയില്ല. എന്ത് വില കൊടുത്തും ഈ ഗവൺമെന്റിന്റെ, ഈ കൊലയാളികളെ സംരക്ഷിക്കുന്ന ഈ ഗവൺമെന്റിന്റെ ഇത്തരം നീക്കങ്ങൾക്കെതിരെ നിയമപരമായും രാഷ്ട്രീയമായും നേരിടുകയല്ലാതെ മറ്റു മാർഗമില്ല. യോജിക്കാൻ പറ്റുന്ന എല്ലാവരെയും യോജിപ്പിച്ചുകൊണ്ട് ഇത്തരം അതിനീചമായ നിഷ്ഠൂരമായ ഒരു കൊലക്കേസിലെ പ്രതിയെ രാഷ്ട്രീയ പട്ടമതിത്വം കാണിച്ച് വെറുതെ വിടാനുള്ള പിണറായി സർക്കാരിന്റെ, ഒരുപക്ഷെ സർക്കാർ കൊലയാളികളുടെ സർക്കാരാണ് എന്ന് കഴിയുന്ന കുറച്ച് ദിവസങ്ങളായി ഈ കേരളത്തിൽ ഈ സർക്കാരിന്റെ നിലപാടുമായി ബന്ധപ്പെട്ട് കാണാൻ കഴിയുന്നത്. ഇന്നലെ ഇപ്പൊ പി ജയരാജനെ UAPA ചുമത്താൻ തീരുമാനിച്ചപ്പോൾ നിശ്ചിതമായ കാരണം സർക്കാർ എന്നടക്കം പ്രതിക്കൊപ്പമാണ്, പ്രതികൾക്കൊപ്പമാണ്. അപ്പൊ ഇതിനെതിരെ കേരളത്തിലെ ജനാധിപത്യ കേരളം, ഇത് RMPയുടെ മാത്രം ഒരു പ്രശ്നമല്ല, ജനാധിപത്യ കേരളം ഇത് സംബന്ധമായിട്ട് നിലപാട് വ്യക്തമാക്കുകയും ഈ ഗവൺമെന്റിന്റെ കൊലയാളികളെ സംരക്ഷിക്കുന്ന നിലപാടുകളിൽ നിന്ന് തിരുത്താൻ ആവശ്യമായുള്ള വലിയ ഇവിടെ 70 വയസ്സ് തികഞ്ഞവരും ആരോഗ്യ പ്രശ്നങ്ങൾ അനുഭവിക്കുന്നവരുമായിട്ടുള്ളവർക്ക് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള ജയിൽ നിയമത്തിലെ വ്യവസ്ഥകൾ പാലിച്ചുകൊണ്ടുള്ള ഒരു ശിക്ഷാ ഇളവ് നീക്കമാണ് നടക്കുന്നത്. അങ്ങനെയുള്ള ഒരു നീക്കത്തെ ഏത് തരത്തിൽ നേരിടാൻ കഴിയും എന്ന് താങ്കൾ കരുതുന്നു? തീർച്ചയായും ഇപ്പോ രാജീവ് ഗാന്ധി വധക്കേസിൽ ഗവൺമെന്റ്, ഇപ്പൊ തമിഴ്നാട് ഗവൺമെന്റ് പേരറിവാളിന്റെ ഉൾപ്പെടെയുള്ള ശിക്ഷ അവരെ കേസിൽ ശിക്ഷയിൽ നിന്ന് ഒഴിവാക്കാൻ വേണ്ടി തീരുമാനിച്ചു. ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ആ തീരുമാനം ശരിയല്ല, അത്തരമൊരു തീരുമാനം എടുക്കാൻ പാടുന്ന ശക്തമായ നിലപാട് സ്വീകരിച്ചു. അതുകൊണ്ട് കേരള ഗവൺമെന്റിന്റെ ഇതിലുള്ള അധികാരം, വിവേചനാധികാരം എന്ന് പറയുന്നത് ഭരണഘടനയ്ക്ക് വിധേയമാണ്. അതുകൊണ്ട് ഒരു കൊലക്ക് ഇപ്പൊ 70 വയസ്സ് ശിക്ഷിക്കപ്പെട്ടില്ലേ? അപ്പൊ 70 വയസ്സല്ല, ഒരു അത്രയും എത്തിയ ഒരാൾ ഇത്ര നീചമായ ഒരു കൂട്ടുനിന്ന ഒരു വസ്തുതയാണ്. ഇപ്പൊ ഒരു ബാല്യകാലം മുതൽ ജയിലിലായി 40-40 വർഷം ജയിലിൽ കിടന്ന ഒരാൾ അത്തരം ഒരു പരിഗണന നൽകുന്ന പോലെയല്ല സീനിയർ സീനിയർ ആയിട്ടുള്ള കുഞ്ഞനന്ദനെ പോലുള്ള ഒരാൾ ഈ കൊലപാതക കേസിൽ ഗൂഢാലോചനയ്ക്ക് പങ്കുവച്ചു 70 വയസ്സിന്റെ പ്രാഥമിക പരിഗണന നൽകി എന്ന് പറയുന്നത് ഭരണഘടനാ വിരുദ്ധമായ പ്രശ്നമാണ്. അതുകൊണ്ട് ഉന്നത നീതി ഉൾപ്പെടെ സമീപിച്ചുകൊണ്ട് ഇതിന് സംബന്ധമായുള്ള നിയമ പോരാട്ടവും അതുപോലെ ഈ ഗവൺമെന്റിന്റെ ഇത്തരം നിലപാടുകൾക്കെതിരായുള്ള രാഷ്ട്രീയ പോരാട്ടവും ഞങ്ങൾ തുടരും. തീർച്ചയായും. ഇവിടെ ശ്രീ എൻ വേണു, ഇതിൽ പൊതുജനങ്ങളുടെ, ഇത് കേരള മനസാക്ഷി ഞെട്ടിച്ച ഒരു സംഭവമാണ്. അതിൽ പൊതുജനങ്ങൾ എങ്ങനെ ഈ കാര്യങ്ങൾ കാണുന്നു എന്നത് കൂടി വളരെ നിർണായകമാണ്. പക്ഷേ ഇവിടെ മറ്റ് രാഷ്ട്രീയ പാർട്ടികളുടെ ഒരു സമീപനം എന്ത് എന്ന് കൂടി പരിശോധിച്ചാൽ UDF സർക്കാരിന്റെ കാലത്തും ഈ പ്രതികൾക്ക് ഇളവ് നൽകാനുള്ള നീക്കങ്ങൾ, ശുപാർശകൾ ഉണ്ടായിരുന്നു എന്ന തരത്തിൽ വാർത്തകൾ വന്ന് നമ്മൾ കാണണം. അപ്പോൾ ഏത് തലത്തിലൊക്കെ ഇതിന് പിന്തുണ ലഭിക്കും എന്ന് നിങ്ങൾ കരുതുന്നു? അല്ല, ഇവിടെ പ്രശ്നം ഇരയുടെ നീതിക്ക് വേണ്ടിയുള്ള പോരാട്ടം. ഒരു അങ്ങേയറ്റം പൈശാചികമായ ഒരു കൊലപാതകം നടത്തിയിട്ട് ആ കൊലപാതക കേസിലെ പ്രതി 70 വയസ്സായി എന്ന കാരണം പറഞ്ഞുകൊണ്ട് വിട്ടേക്കും എന്ന് പറയുന്നത് ഇരകളുടെ നീതി നിഷേധമാണ്. ഭരണഘടനാപരമായി തന്നെ അത് നേരിടാനുള്ള നിയമപരമായുള്ള സംരക്ഷണം ഇരകൾക്കുണ്ട്. വയസ്സ് എന്ന് പരിഗണിക്കുന്നതും അതുപോലെ കേസുകൾ വിസ്തരിക്കപ്പെടുന്നതും ഒക്കെ പരിഗണിക്കുന്നത് അതിന്റെ കേസിന്റെ സ്വഭാവം, അവരുടെ നിലപാട്, അതിന് എത്ര വർഷങ്ങൾ നീണ്ട ജയിൽ ശിക്ഷ അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ, അത്ര പ്രശ്നങ്ങളാണ്. ഇത് കുഞ്ഞനന്ദൻ ശിക്ഷിക്കപ്പെട്ടിട്ട് 4 വർഷമായിട്ടുള്ളൂ. 4 വർഷം കൊണ്ട് കൊലക്കേസ് പ്രതിയെ, അതുപോലെ അത്യന്തം നീചമായ രൂപത്തിൽ കൊല ചെയ്തൊരു കൊലക്കേസ് പ്രതിയെ വിട്ടേക്കുക എന്ന് പറയുന്നത് പൊതുസമൂഹത്തിന് മുമ്പിലും CPI മറുപടി പറയേണ്ടി വരും, ജനകീയ കോടതിയിൽ മറുപടി പറയേണ്ടി വരും. അതുപോലെ നിയമപരമായ ഉന്നത നീതിപീഠത്തിൽ CPI മറുപടി പറയേണ്ടി വരും. അപ്പൊ അതിന് വരുന്ന രൂപത്തിൽ എല്ലാ നിലയിലുമുള്ള ആളുകളെ കൂട്ടിയോജിച്ചുകൊണ്ടുള്ള വലിയ പ്രക്ഷോഭത്തിന് കേരളം സാക്ഷ്യം വഹിക്കാൻ പോവുകയാണ്. കാരണം ഈ ഗവൺമെന്റ് ഈ അങ്ങേയറ്റം ഇരകൾക്ക് സമീപനം സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇവിടെ അങ്ങനെ ഒരു നീക്കം ഉണ്ടായാൽ അതിനെ നേരിടാൻ തന്നെയാണ് RMPയുടെ തീരുമാനം. വളരെ നന്ദി ശ്രീ എൻ വേണു ഞങ്ങളോട് സംസാരിച്ചതിന്. TP വധക്കേസിൽ ശിക്ഷിക്കപ്പെട്ട CPM നേതാവ് PK കുഞ്ഞനന്ദന് ശിക്ഷയിൽ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കം തുടങ്ങി എന്ന വാർത്തയാണ് ന്യൂസ് 18 പുറത്തുവിടുന്നത്. പ്രായാധിക്യം ചൂണ്ടിക്കാട്ടി ഇളവ് നൽകുന്നവരുടെ പട്ടികയിൽ ഉൾപ്പെടുത്താനാണ് ശ്രമം. ഇതിനോടുള്ള പ്രതികരണമായിരുന്നു ശ്രീ എൻ വേണു നടത്തിയത്.